ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹർഷാദി എനർജി ഹീലർ. ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? എന്ത് ഫ്രൈഡ് റൈസ് എന്നറിയണ്ടേ? ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ മാറ്റിപ്പിടിച്ച് കുറച്ച് അരിപ്പൊടിക്കകത്ത് ഞാൻ ഈ സംഭവം, അതായത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടെ ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു പാൻ എടുത്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു. അപ്പോൾ ഈ എണ്ണ ഇത്ര ധാരാളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിക്കൻ, ഞാൻ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, അത് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ചോറ് വന്നിട്ട് ഞാൻ ഓൾറെഡി വേവിക്കും. ഞാൻ ഈ വാർത്ത് ഊറ്റുകയാണ് ചെയ്യാറ്, വിസിലടുപ്പിക്കില്ല. ഇങ്ങനെ വാർത്തിട്ട് അത് മാറ്റി വയ്ക്കും, കുക്ക്ഡ് റൈസ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, അതായത് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഞാൻ ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, വെറും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് അരിപ്പൊടി, ഇതെല്ലാം കൂടെ നമ്മളിതിനകത്ത് പേസ്റ്റ് ചെയ്ത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ആഡ് ചെയ്തിരുന്നു, പിന്നെ ഉപ്പും, ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനമാണ് ഞാനിപ്പോൾ ഇത് വറുത്ത് കോരുന്നത്. അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ വേവിച്ചില്ല, 2 ഇതായിട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്, ചിലർ വേണമെങ്കിൽ വറുത്ത് കോരുകയും ചെയ്യാം കേട്ടോ, ഒരുപാട് എണ്ണ. ബിക്കോസ് എനിക്ക് എപ്പോഴും ഒരുപാട് എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ബാക്കി വരുന്ന എണ്ണ ഉണ്ടല്ലോ, അത് നമ്മൾ യൂസ് ചെയ്യാനും പാടില്ല. ഇറ്റ് ഈസ് വെരി അൺഹെൽത്തി ഫോർ ദ ഹെൽത്ത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ട് ഇതുപോലെ ഷാലോ ഫ്രൈ പോലെ ചെയ്യാനുള്ളൊരു പ്ലാൻ ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ പാനിനകത്ത് ഫുള്ള് ഇത് നിരത്തി വെച്ചിട്ടുണ്ട്, ആ ഒരു ഫസ്റ്റ് സെറ്റ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി ഞാൻ ലിഡ് അടച്ചു വെച്ചിരുന്നു. അപ്പം ഒരു സൈഡ് എല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് മാറ്റി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വേവുന്ന വരെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ചിക്കൻ അധികം വേവും വേണ്ടല്ലോ, വേഗം വെന്തോളും. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം എടുത്തിട്ട് എന്താ ചെയ്യുക, അടുത്ത ഒരു സെറ്റും കൂടെ ഞാൻ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് വെന്ത് വന്നതാ ഇങ്ങനെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവമാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ തന്നെ പീസസ് വലുത് ഇടണ്ട. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഈ ചിക്കൻ കുറച്ച് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാൻ പിച്ചിട്ടു. അപ്പോൾ ഇതിങ്ങനെ ആ ചിക്കനകത്തുള്ള ഫ്ലഷ് എല്ലാം ഇങ്ങനെ ഇതാക്കണം. മെയിൻ വൈൽ നമുക്ക് ഫ്രൈഡ് റൈസിന് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ സ്വീറ്റ് കോണും പട്ടാണിയൊക്കെ. അത് ഞാൻ കുറച്ച് വെള്ളത്തിലെടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് ഇതാക്കി കൊടുക്കണം, ആ പിച്ചി ഇതാക്കണം. പിന്നെ ഞാനിത് സെക്കൻഡ് റൗണ്ടും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം എടുത്തില്ല. ഈ കാല് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 4 കാലുണ്ടായിരുന്നു, 4 പീസ് കാല്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. സോ അത് മാത്രം ഞാൻ പിച്ചിയിട്ടില്ല, വേറെയുള്ള പീസെല്ലാം ഞാൻ പിച്ചിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ പിച്ചി ഞാൻ വെക്കുകയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതേ സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിയണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. ഈ കറിവേപ്പിലയൊക്കെ ഓപ്ഷണലായി, ഇഫ് യു വോണ്ട് യു ക്യാൻ ആഡ്. ബിക്കോസ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു വിഭവം ഉണ്ടാക്കുമ്പോൾ ഇറ്റ് ഇസ് മൈ ഇംപ്രവൈസേഷൻ. ഞാൻ എന്തെങ്കിലുമൊക്കെ വാട്ട് ഐ ഫീൽ ഐ വിൽ ബി ആഡിങ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കറിവേപ്പിലയും ഇതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് തക്കാളി ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൊരിയണം. പിന്നെ നമ്മൾ കുറച്ച് പട്ടാണിയും പിന്നെ പോലെ സ്വീറ്റ് കോൺ, അതൊക്കെ നമ്മൾ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതെല്ലാം നന്നായിട്ട് മൊരിയണം കേട്ടോ. സോ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം വേണം യു ഹാവ് ടു ആഡ് ഓൾ ദോസ് തിങ്സ്. പിന്നെ ഇതിനകത്ത് വേറെ ഞാൻ മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് എ ഉള്ളി തിങ്. ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഉപ്പ് നിങ്ങൾ നോക്കണം, ഉപ്പ് കുറവുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ടു ഇറ്റ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ചില്ലി ഫ്ലേക്സ്, അത് കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വറ്റൽമുളകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന്
ഒരു എന്താ പറയുക പച്ച മണമില്ലേ അത് മാറുന്ന വരെ നമ്മൾ ഇത് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇനിയും ഇത് ഏകദേശം ഈ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചിരുന്ന സ്വീറ്റ് കോണും പിന്നെ ഗ്രീൻ പീസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതും ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ പിച്ചി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ വീണ്ടും സ്റ്റിർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി നന്നായിട്ട് മൊരിഞ്ഞും അതിനകത്തുള്ള മസാല എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ, ആ ഒരു ഇതെല്ലാം ആ എരിവും ഇതെല്ലാം അതിനകത്ത് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഉപ്പും അതൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക. ഇത് ഏകദേശം അതൊരു എന്താ പറയുക ആ ഒരു യോജിപ്പായി കഴിഞ്ഞതിന് ശേഷം വൺസ് ഇറ്റ് ഇസ് ലൈക്ക് ഫുള്ളി മിക്സ്ഡ് നമ്മളിതിലേക്ക് കുറച്ച് എന്താ പറയുക സോയാ സോസ്, ദാറ്റ് ഇസ് എന്നാലല്ലേ ആ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഫ്ലേവർ വരുത്തുള്ളൂ. അപ്പം നമ്മൾ അതും കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ യു ക്യാൻ ആഡ് ചില്ലി സോസ് ആഡ് ചെയ്യാം, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് അതുമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, ദാറ്റ് ഈസ് ഓപ്ഷണൽ. ഇവിടെ നമ്മൾ വരും ഈ സോയ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ബസുമതി റൈസ് ആഡ് ചെയ്യാം, ജീര റൈസ് ആഡ് ചെയ്യുമ്പോൾ ഇതിപ്പം എൻ്റെ നോർമൽ സോനാ മസൂരി റൈസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതും നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സിങ്ങിലാണ് കാര്യം, എല്ലായിടത്തും അത് പിടിക്കണം. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് കുഴച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടിട്ട് കുഴക്കില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ഫോർക്ക് യൂസ് ചെയ്യുന്നത്. ഫോർക്കാകുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ റൈസ് ഒന്നും ഉടഞ്ഞ് അങ്ങനെ പോകത്തില്ല, ചതഞ്ഞു പോവില്ല. അപ്പോൾ ആ ഫോർക്ക് കൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ എവറിത്തിങ് ഗെറ്റ്സ് അതിനകത്ത് നന്നായിട്ട് യോജിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം ആ സോയയും ഈ ചിക്കനും ഈ അതായത് മറ്റേ നമ്മുടെ ഉള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ റൈസിൽ നമ്മൾ മിക്സ് ചെയ്യണം. സോ മിക്സിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏകദേശം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇസ് ഓൾമോസ്റ്റ് റെഡി ഗൈസ്. ചൂടോടെ നമുക്ക് ഇത് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു 4 ലെഗ് പീസ് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതും ഞാൻ ഈ ഫ്രൈഡ് റൈസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാണ് ലെഗ് പീസ്. അപ്പോൾ എൻ്റെത് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഞാൻ എന്ത് ചെയ്തു, കൊറിയൻഡർ ലീഫൊക്കെ ആയിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തു. അപ്പോൾ നല്ല ചൂടായിട്ട് ഞാൻ എല്ലാവർക്കും ഇത് സെർവ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഓസം ഗൈസ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.